എന്താടോ എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. മനോഹരമായ ഒരു പഴക്കുല. രാസവളം രാസവളം ചേർക്കാതെ വെറും ധാതുപുഷ്ടിയുള്ള മണ്ണിന്റെ ഗുണം ഒന്നുകൊണ്ട് മാത്രം വളർന്ന് കുലച്ച് പഴുത്തു വന്ന പഴം. മാത്രമല്ല, ഇന്നു മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം, ഉണ്ടക്കായ, പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ വിൽക്കപ്പെടുന്നതുമാണ്. അതും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത്. മറ്റവന്മാര് ചെയ്യുന്ന പോലെ ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർത്ത് വിറ്റ് കാശുണ്ടാക്കാൻ ഈ നകുലൻ തയ്യാറല്ല. എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. ഒരു ദിവസം നിന്നെ കൊണ്ട് ഞാൻ നന്നായിട്ട് ആസ്വദിപ്പിക്കാവടാ. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ. ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ അനിയനല്ലേ നകുലൻ. അവൻ എന്റെ ആരുമല്ല. എഴുത്തുമാൻ അറിഞ്ഞുകൂടാത്ത എന്റെ അമ്മയെ കൊണ്ട് ഒപ്പിടുവിച്ച് എനിക്ക് കൂടെ അവകാശപ്പെട്ട 60 സെന്റ് സ്ഥലം തട്ടിയെടുത്ത കള്ളനാവൻ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? പക്ഷേ വടക്കേക്കര പാടം വിറ്റ വകയിൽ അമ്മയുടെ പെട്ടിയിലുണ്ടായിരുന്ന 10,000 രൂപ കട്ടിട്ടാ നിങ്ങൾ ചായക്കട തുടങ്ങിയെന്നാ ആ നകുലം പറയുന്നത്. 10,000 കിട്ടത് അവന്റെ അപ്പനാ. രണ്ടുപേർക്കും കൂടെ രണ്ടപ്പനാണോ? രാവിലെ കൈ നോക്കി അഭിപ്രായം വിളിച്ചു പോകാൻ ഒന്ന് പോയടാ. നീ ആരെന്നും പറഞ്ഞില്ലല്ലോ. അതെ അതെ, പോടാ പോടാ. എവിടെ വണക്കന്തം നീയേ ഒരു സൈക്കിൾ എടുത്ത് ആ വെട്ടിക്കവലെ പോയി ഇത് പോസ്റ്റ് ചെയ്തിട്ട് വാ. എന്നിട്ട് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വാ. ചോറോ കഴിഞ്ഞ എന്തെങ്കിലും കാണും. ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. കണ്ടില്ലേ, നേരെ വെളുക്കുമ്പോ ഒന്ന് കുത്തിയിരുന്നോളും ശൗനം മുടക്കികള്. എന്നാ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് വരാം. അവരുമായിട്ട് ഉടക്കണ്ട കേട്ടോ വലിപ്പോസേ. ഒരു 3 കൊല്ലം മുമ്പാണ് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് വന്നത്. അന്നൊരു പോസ്റ്റ് മാസ്റ്റർ ഇവിടെ വന്നു. അയാൾക്ക് ഗോപാലൻ പോലീസിന്റെ മകളുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഒരു ദിവസം അയാൾ അങ്ങ് മുങ്ങി. പിന്നെ ഇവിടെ പലരും വരികയും പോവുക ചെയ്തു. പക്ഷെ ഈ നാടാർക്കും പിടിക്കുന്നില്ല അത്രേ. സുഹൃത്തുക്കളെ, അത് മന്ത്രിമാരുടെയും MLA-മാരുടെയും കൈയും കാലും പിടിച്ചാണ് ഞാൻ ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ കൊണ്ടുവന്നത്. ഇതിനൊക്കെ തിരുവനന്തപുരത്തും കോട്ടയത്തും ചുറ്റിത്തിരിയാൻ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പണം ഞാൻ വാരിക്കോരി ചെലവാക്കിയത്. ഇവിടെ സ്ഥിരമായിട്ട് പോസ്റ്റ് മാഷ് വേണോ? ഞാൻ കൊണ്ടുവരും. പക്ഷേ ജനാധിപത്യം എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ജനാധിപത്യം നടപ്പിലാക്കാൻ ഒരുപാട് പണം വേണം. മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ആഴ്ച കണ്ണൂരിൽ നടക്കാൻ പോകുന്ന പാർട്ടികളുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇവിടെ 8 പേർ സംഭാവന തന്നിട്ടുണ്ട്. എന്നോടാണോ? ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. സോഷ്യലിസം വേണം, ഡെമോക്രസി വേണം, ബ്യൂറോക്രസി വേണം, കമ്മ്യൂണിസം വേണം. വായു മുറിച്ച് അങ്ങോട്ട് ഇരുന്നേച്ചാൽ മതി. കൃത്യമായി സംഭാവന തന്നിട്ടില്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു കുന്തവും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ഞാൻ ശക്തിയായി പ്രഖ്യാപിക്കുന്നു. ഇന്നു മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം, ഉണ്ടക്കായ, പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്നതാണ്. അതും പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത്. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഏത് കടയിലാണ് പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പലഹാരങ്ങൾ പൊരിച്ചെടുക്കുന്നത് എന്ന്? കേരളത്തിന്റെ കേരളത്തിന്റെ തേങ്ങ ആനക്കാര്യത്തിന് ചേനക്കാര്യം. അവന്റെ ഒരു ഉണ്ടക്കായും പഴംപൊരിയും. അപ്പോൾ ഇപ്പൊ എന്ത് പറയുന്നു? സംസ്ഥാന സമ്മേളനത്തിന്റെ പിരിവ് ഇവിടെ വെച്ച് നിങ്ങൾ ഇപ്പൊ എനിക്ക് നൽകുന്നുവോ, അതോ ഞാൻ വീട്ടിലേക്ക് വരണോ? ആശാന്റെ ദുർനടപ്പ് ഇതുവരെ മാറിയില്ലേ? വേണ്ട ആശാനെ, ഇവനെയൊക്കെ നമുക്ക് ഗോദായിൽ വെച്ച് കാണാം. ഫയൽ വാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വിട്ടിരിക്കുന്നു. അല്ലെ ഇയാളെ മൂക്കി കയറ്റിക്കളാം അല്ലേ? പാടരമണ, നീ അകത്തോട്ടിരിക്കേ. എങ്ങനെയുണ്ട് അവന്റെ കച്ചവടമൊക്കെ? അവിടെ എന്ത് കച്ചവടം? അതിരിക്കട്ടെ, ഇവിടെ എങ്ങനെയുണ്ട്? ഉണ്ടക്കായും മിച്ചറും ഉണ്ടക്കേക്കും തുടങ്ങിയ ശേഷം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ശരിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. അല്ല, നാളത്തെ ഗുസ്തിക്ക് നിങ്ങൾ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടോ, നല്ല കോഴിക്കോടൻ അലുവയും വറുത്ത കായും ഏർപ്പാടാക്കിയിട്ടുണ്ട്.
അലുവയും വറുത്ത കായും. നാട്ടുകാർ മുഴുവൻ വരും നിങ്ങൾ അലുവയും വറുത്ത കായും തില്ല. സഹദേവേട്ട് അവിടെ എന്താ സപ്ലൈ അറിയാമോ? ചറോട്ടയും പോപ്സും, അല്ല പൊറോട്ടയും ചാപ്സും. ആളുകൾ ഇടിച്ചു കയറും. എന്നാ പിന്നെ ഞാനിത് തുടങ്ങിക്കളെ. എങ്ങനെ തുടങ്ങാനാ? മുൻകൂട്ടി ഓർഡർ ചെയ്യാതെ ആട്ടിറച്ചോ കോഴി ഇറച്ചോ ഒക്കെ കിട്ടുമോ? പിന്നെന്താ ചെയ്യാ? പിന്നെ ഞാനൊരു വഴിയും കാണുന്നില്ല. എന്നാ ഞാനൊരു വഴി കാണുന്നുണ്ട്. നിനക്ക് ഞാൻ 10 രൂപ തരും. ഒരു ചെറിയ പണി ഒപ്പിക്കണം. ഒപ്പിക്കാം. അവന്റെ ചാപ്സ് റെഡിയാവുമ്പോ നീ അതിൽ കുറെ ഉപ്സ് കൊണ്ടിടണം. അയ്യോ, അത് വലിയ ചതിവല്ലേ നകുലേട്ടാ? എടോ, സത്യവും മര്യാദയും കൊണ്ടുകിടന്ന ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ലടോ. അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല എന്റെ രമണ. കാര്യമൊക്കെ ശരിയാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നുമില്ല. നിനക്ക് ഞാൻ 20 രൂപ തരാം. രൂപ? ശരി, ഞാൻ ചെയ്യാം. ഓ, നിന്റെ ദൈവം രക്ഷിക്കട്ടടാ. പ്രിയപ്പെട്ട നാട്ടുകാരെ, അമ്മമാരെ, സഹോദരിമാരെ, വമ്പിച്ച ഗാട്ടാ ഗുസ്തി ഇന്നോളം ആരുടെ മുമ്പിലും മുട്ടുകുത്തിയിട്ടില്ലാത്ത ഉടുമ്പു വേലായുധന് കൊച്ചുകുട്ടം പിള്ളയുടെ അരിമശിഷ്യൻ ഫയൽവാൻ പീലിപ്പോസ് നേരിടുന്നു. ഉടുമ്പിനെ തറപറ്റിക്കുന്ന മനോഹരമായ കാഴ്ച കാണാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നല്ലപോലെ കൊത്തി കളയണം. അടിയിലത്തെ മണ്ണ് മോളി വരണം. നേതാവേ, മൈക്ക് ഒന്ന് കാറ്റുന്നാ. നമസ്കാരം. ആശാനെ, ജോലി തിരക്കാണല്ലേ? നാളെയല്ലേ കുസ്തി? അല്ലെ മണ്ണ് വെല്ല അത് പിടിക്കുമ്പോ ഇളകിക്കോളും. അല്ല, ഇത്തവണ ഉടുമ്പ് തറ പറ്റുമോ? പിന്നെ അതോ ആശാൻ തറ പറ്റുമോ? ആരാ തറ പറ്റുന്നത് നാളെ പിടിക്കുമ്പോ കാണാമല്ലോ. അല്ല, കഴിഞ്ഞ തവണയും ഞാൻ തന്നെയാ പറഞ്ഞത്, പിടിക്കുമ്പോ കാണാമല്ലോ, പിടിക്കുമ്പോ കാണാമല്ലോ. എനിക്ക് മുതൽ മുടക്കൊന്നുമില്ലല്ലോ. ഒരു നേരം പറ്റില്ല. പിന്നെന്താ, ആര് ജയിച്ചാലും തോറ്റാലും തനിക്കെന്താ? അതൊന്നുമില്ല, മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഈ മാസം മാസം അനാവശ്യമായി ചെലവാക്കുന്ന ഈ പണം ഉണ്ടല്ലോ, അത് ഈ നാട്ടിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ സംഭാവനയായിട്ട് എന്നെ ഏൽപ്പിച്ചുകൂടാന്ന് ചോദിച്ചതാണോ? ഞാന് ഓ, കണ്ടവന്റെ വീട് തോറും കേറി ഇറങ്ങി തെണ്ടി നടന്ന് പിരിക്കാറില്ല. സ്വന്തം തറവാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പൈസയാ. വേണേ വന്നിട്ട് കണ്ടിട്ട് പോ. നടക്കട്ടെ നേതാവേ, ഒന്നുമില്ലേലും വല്ലപ്പോഴും ഒരു ഗുസ്തി ഓസിന് നമുക്ക് കാണാമല്ലോ. നിന്റെയൊക്കെ ജീവിതം തന്നെ ഓസാണല്ലോടാ, അല്ലേ? ഞാൻ അപ്പോഴേ ഒരു കാര്യം ഞാൻ പറയാം. ഉടുമ്പിനെ തറപറ്റിച്ചിട്ടേ ഞാൻ ഇറങ്ങൂ. ജയ് ഹനുമാൻ. ജയ് സുഗ്രീവൻ. എന്ത് ചെയ്യാനാ, തലക്ക് സുഖമില്ലാതെ ഇപ്പൊ ഒന്ന് പറ. ഒന്ന് വേഗം കൊണ്ടുപോകാൻ ചേട്ടാ. ഇപ്പൊ തരാം. എത്ര നേരമായി? ഇപ്പൊ തരാം. ഒന്നാന്തരം മട്ടൻ ചാപ്സ്, ഇന്നത്തെ ഗുസ്തി സ്പെഷ്യൽ. ഇവർ ചുപ്പാണോ? എന്താണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്? എന്താണ് ഗുരുവായൂരപ്പ ചതിച്ചോ? മുത്താരം കൊന്ന് ആറങ്ങാനുണ്ടോ? അവിടേക്ക് ആളായിട്ട് കഴിയാ മതി. അവിടേക്ക് അങ്ങോട്ട് ഇരിക്കും. അവിടെ ഇരിക്കേ. ഹലോ, മനസ്സിലായില്ല?
അല്ല, ഞാൻ ഈ മുത്താരംകുന്നെന്ന് പറയുന്ന സ്ഥലം എങ്ങോട്ടാ പോകേണ്ടത്? എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല, പിന്നെ എന്തിനാ അവിടെ ബസ് ഇറങ്ങിയത്? സത്യം പറ. ഞാനോ? ബസ്സിൽ വെച്ച് തന്നെ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ കള്ള നോട്ടും ആ പരുങ്ങലും ഇടയ്ക്കിടയ്ക്ക് പേനെടുത്ത് ഡയറിയിൽ എഴുത്തും. എന്തിനാണ് സുഹൃത്തെ എന്നോട് ഒളിച്ചു പിടിക്കുന്നത്? ഞാനും ഗവൺമെന്റിന്റെ ആള് തന്നെയാ. ഈ പ്രദേശത്ത് ഏത് CID വന്നാലും ആദ്യം എന്നെ കാണുക എന്നുള്ളത് അതൊരു പതിവാണ്. പക്ഷെ ഞാൻ മതി 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 ഇനി ഒരു അക്ഷരം പറയണ്ട. എന്റെ CID കുട്ടാ, വാ 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 ഇവിടെ വാ വാ. അല്ല അതിരിക്കട്ടെ, സാറിപ്പം ഏത് കേസ് പിടിക്കാനാ അങ്ങോട്ട് പുറപ്പെട്ടത്? ഇതെന്റെ സ്വന്തം കേസ് തന്നെയാ. സ്വന്തം കേസോ? അതും എന്റെ നിയോജക മണ്ഡലത്തിലോ? സാറ് MLA ആണോ? അല്ല, ആയിട്ടില്ല, അടുത്ത തന്നെയാകും. അതിന്റെ കരിനീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. 1.5 വർഷം മുമ്പ് അമ്പലക്കുളത്തിൽ ശാന്തയുടെ ശവം പൊന്തിയല്ലോ, അത് കൊലപാതകമാണെന്ന് അന്ന് തന്നെ ഞാൻ സർവത്ര മന്ത്രിമാരെയും വിളിച്ചു പറഞ്ഞിരുന്നു. സത്വര നടപടികൾ കൈക്കൊള്ളാമെന്ന് അവർ എനിക്ക് വാഗ്ദാനവും ചെയ്തിരുന്നു. അതിനെപ്പറ്റി അന്വേഷിക്കാൻ പുറപ്പെട്ടതല്ലേ? പ്ലീസ്, എന്റെ സ്വന്തം കേസെന്ന് പറഞ്ഞത് എന്റെ തന്നെ ജീവിത പ്രശ്നം എന്ന അർത്ഥത്തിലാണ്. ഇവിടെ മുത്താരംകുന്ന് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്ററായി എന്നെ നിയമിച്ചിരിക്കുകയാണ്. നേരോ? ബാർബർഷാപ്പാണ്, തലോടി വെട്ടി. ഇതും എന്റെ കഴിവുണ്ട്, ഞാൻ എത്തിച്ച. പ്രിയപ്പെട്ട നാട്ടുകാരെ, എവിടെ പോയി കിടക്കാടാ? സ്ഥലം എവിടെ വേണം? ഇവിടെ ഇറങ്ങിയോ? ഇങ്ങോട്ട് ഇറങ്ങിയോ? ഇവിടെ ഇറങ്ങി വാടേ. ഇവിടെ വരും, ഇവിടെ വരും. ഒന്ന് ശ്രദ്ധിക്കൂ. വളരെ നാളത്തെ എന്റെ അശ്രാന്ത പരിശ്രമത്തിന് ഫലമായി ഇതാ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ സേവിക്കാൻ വേണ്ടി ഈ മുത്താരംകുന്ന് പോസ്റ്റ് ഓഫീസിൽ ഒരു പോസ്റ്റ് മാസ്റ്റർ എത്തിയിരിക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എത്തിച്ചിരിക്കുകയാണ്. എന്താ പേരെന്ന് പറഞ്ഞു? ദിലീപ് കുമാർ. അതെ, ദിലീപ് കുമാരൻ. സുന്ദരനായ ഈ ചെറുപ്പക്കാരനാണ് ഇനി അങ്ങോട്ട് ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളുടെ കത്തുകുത്തുകൾ കൈകാര്യം ചെയ്യുന്നത്. സാർ, എന്റെ കടയിലിരിക്കാം, ഒരു ചായ കുടിക്കാം സാർ. എന്റെ കടയിലിരിക്കാം സാർ. സാർ, എന്റെ കടയിൽ പഴംപൊരിയുണ്ട്. സാർ, എന്റെ കട ദോശയുണ്ട്. എന്റെ കടയിൽ ഉണ്ടമ്പൊരിയുണ്ട്. സാർ, എന്റെ മനുഷ്യനായ സൗകര്യമാണ് ആവശ്യം. ആ സൗകര്യം നിങ്ങൾ തരുന്നില്ലെങ്കിലോ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ സൈക്കിൾ ഷാപ്പ് എന്താ സാറിന് എന്താ ആവശ്യം? എന്താ വേണ്ട എന്നോട് പറയും. എനിക്ക് താമസ സൗകര്യം ഏർപ്പാട് ചെയ്യാൻ വാസുവിന് എഴുതിയിരുന്നു. അതിന്റെ ആവശ്യമില്ലായിരുന്നു സാറേ. അതെന്താ? സാറിന് വാസുവിനല്ലേ കണ്ടത്? എടാ അയ്യപ്പാ, എടാ പെട്ടി എടുക്കടാ. വരൂ വരൂ. എനിക്ക് തീരെ സമയമില്ല. ഞാൻ ദിലീപ് കുമാർ. ഓ, പോസ്റ്റ് മാസ്റ്റർ. അതെ. രാമദാസ് മാഷിന്റെ കത്ത് മെനഞ്ഞാന്ന് കിട്ടി. ഇതുവരെ മറുപടി അയച്ചില്ല. ആള് വരാൻ 2-3 ദിവസമല്ലോ എന്ന് വിചാരിച്ചു. താമസ സൗകര്യം അതൊക്കെ ഞാൻ ഇന്നലെ ശരിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ശരി. മാസ്റ്റർക്ക് സൈക്കിൾ അറിയാമല്ലോ. പിന്നെന്താ? അയ്യപ്പാ, പെട്ടി ഇതിലോട്ട് വെച്ചു. ഞാൻ കരുതിയില്ല മുത്താരംകുന്ന് ഇങ്ങനെ ഒരു കുഗ്രാമമാണ്. ഗ്രാമമാണെങ്കിലും മനുഷ്യന് ജീവിക്കാൻ വേണ്ട ചുറ്റുപാടുകളെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ സിനിമാ തിയേറ്ററില്ലേ? 6 കിലോമീറ്റർ ദൂരെ വരണമുണ്ട്. പക്ഷെ അവിടെ ജീവിതം നോക്കി നീലക്കൂലും ഒക്കെ റിലീസ് ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. 10 കിലോമീറ്റർ ദൂരെ പോയാൽ പുതിയ പടങ്ങൾ കാണാം. അവിടെ കാണാൻ കൂടെ തോന്നുന്നുണ്ട്. കയറ്റമൊക്കെ കഴിഞ്ഞു മാഷേ, ഇനി കയറാം. സൗകര്യങ്ങളൊക്കെ കുറവാ. പിന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എല്ലാം ശരിപ്പെടുത്തിയിട്ടുണ്ട്. ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ്. അയ്യോ,
എന്താ ഇത്? ഇതിനെ ഞങ്ങളിവിടെ ചായ എന്ന് പറയും. പട്ടണത്തിൽ എങ്ങനെയാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിരിക്കണം. എന്താ? ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? വാ. ചിരിക്കണമെങ്കിൽ ചിരിക്കാം. സാറിന് വിരോധമില്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല. മതിയോ? പോരാ, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. എടുത്തോട്ട് പോണോ? രാവിലെ ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു. ആ ചായയല്ല ഈ ചായ. ഞാൻ കൊണ്ടുവന്ന ചായയാണ് ചായ. അല്ല, നിങ്ങൾക്കൊന്നും തലയ്ക്ക് സ്ഥിരമില്ലേ? എനിക്ക് ചായ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. പ്ലീസ് ഇതൊന്ന് എടുത്തോണ്ട് പോകും. സാറ് കാശ് തരണമെന്നില്ല, പക്ഷെ ദിവസവും എന്റെ കടയിൽ തന്നെ വരണം. ഞാൻ പറ്റുതരാം. നല്ല നല്ല ഉണ്ടക്കായ, നെയ്യപ്പം, മധുരസേവ. ആദായ വിലയ്ക്കാണ് ഞാൻ സാധനങ്ങൾ വിൽക്കുന്നത്. നിങ്ങൾ ഇത് എടുത്തോണ്ട് പോകുന്നോ അതോ ഞാൻ വലിച്ചെറിയണോ? നീ പറിച്ചോണ്ട് ഓടാനേ. വളച്ചിട്ട് പൂട്ടേ. പൂട്ടടിക്കാൻ നോക്കാൻ വടക്കം പറഞ്ഞത് തിരിഞ്ഞു പിടിക്കാ പറ്റൂലേ. കൈകാലം ഒന്നും വിട്ട് കിട്ടിയിട്ട് വേണ്ട മച്ചമ്പി വടക്കനും തെക്കനും ഒക്കെ കളിക്കാൻ. ഒരുസം ചത്തെങ്കി ഗുണം പിടിച്ചേനെ. ഈ പൂട്ടിൽ ഉടുമ്പ് വീണത് തന്നെ. എനിക്ക് പോലും ഊരാൻ പറ്റാത്ത പൂട്ടല്ലയോ. അയ്യോ, എന്റെ ഈ വലതു ഭാഗത്തെ വാരിയല്ലിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. എങ്ങനെ? കഴിഞ്ഞ മാസം എരഞ്ഞിപ്പാലത്ത് അബ്ദുള്ള കുട്ടി ഫയൽവാനം അലർത്തിയടിച്ചല്ലോ, അന്ന് പറ്റിയതാ. വേദന ഉണ്ടോ? അല്ല, അമർത്തുമ്പോഴേ ഉള്ളൂ. ഏതായാലും ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ഏനക്കേടുണ്ടെന്നുള്ള കാര്യം ഉടും പറയണ്ട. ശരിയാ, അറിയാതിരിക്കുന്നതാ നല്ലത്. എന്റെ ഈ തുടയലിനും ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഇവിടെയൊക്കെ ഒടിഞ്ഞു പറഞ്ഞിരിക്കുകയാണോ? ഫിലിപ്പോസേ, ഇത്തവണ ഉടുമ്പിനെ മനത്തി അടിച്ചില്ലെങ്കിൽ എനിക്ക് ഈ നാട്ടിൽ തലയുർത്തി നടക്കാൻ ഒക്കുകയില്ല. 9 കൊല്ലം മുമ്പ് കളരിപ്പാടത്തെ ഗോദായി വെച്ച് എന്റെ കാലിതാ ഈ പരുവത്തിലാക്കിയവനാ ഉടുമ്പ്. അന്ന് തുടങ്ങി തന്നെ പോലെ ഒത്തിരി പേരെ ചെല്ലും ചെലവും കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വീട്ടിപ്പോറ്റുക ഞാൻ ആ ഉടുമ്പിനെ ഒന്ന് മലത്താൻ. ഇത്തവണ പൊട്ടിയാൽ ഫിലിപ്പോസേ കുട്ടമ്പലയുടെ മട്ടുമാറും. ആശ നോക്കിക്കോ, ഉടുമ്പ് വെറും ഉറുമ്പാണെന്ന് ഞാൻ തെളിയിക്കും. എനിക്ക് നല്ല വിശപ്പ്, വല്ലതും കഴിക്കണം. എടേ, മുട്ടയും പാലും എടുത്തു വെക്കാൻ. ഓ, മുട്ടയും പാലും. മച്ചമ്പി, ചവനപ്രകാശവും അരിഷ്ടവും. ആദ്യം കാപ്പൂടി കഴിയട്ടെ. അതെ അതെ അതെ, അത് മതി. എന്നിട്ട് ഒന്നിച്ച് കവലയിലേക്ക് നീങ്ങാം. ഫിലിപ്പോസിനെ നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ. വാരിയല്ലേ മച്ചമ്പി? വാരിയല്ലേ? വന്നാട്ടെ. മതി, ആ പാലങ്ങ് വാങ്ങി വെക്ക്. അവൾ സംബന്ധക്കാരന് വെച്ച് വിളമ്പുന്നു. ഗഡോൽഗജന്മാര് തിന്നു മരിക്കട്ടെ.
അമ്മ അറിഞ്ഞോ? കൂവശ്ശേരിയിലെ പാടം അച്ഛൻ നിൽക്കാൻ പോവാ അത്രേ. നിന്നോട് ആര് പറഞ്ഞു? കവലയിൽ ഇന്നലെ രാധയുടെ അച്ഛനോട് ആരോ പറഞ്ഞതാ. എന്റെ ഭഗവാനെ, ഈ മനുഷ്യൻ എല്ലാം വിറ്റു തുലയ്ക്കുന്ന തോന്നുന്നത്. നിന്റെയൊക്കെ തലയിലെഴുത്ത്. പല്ലവണ്ടിയും കൂടെ ഇറങ്ങി പോകുമ്പോ അല്ലെങ്കിൽ പിന്നെ നിന്നെയൊക്കെ കെട്ടാൻ ആരാ വരാൻ പോകുന്നു? അനുഭവിച്ചോ? വരുന്നില്ലെങ്കിൽ വരണ്ട. എന്ത് പറഞ്ഞാലും ഒടുവിൽ എനിക്കാ കുറ്റം. ഈ നെക്ക് ലോക്കിൽ ഉടുമ്പും എടുക്കണ. കഴിഞ്ഞ തവണ പരിയാരത്തെ നീലകണ്ഠൻ അടിച്ചില്ല എന്നായപ്പോ ഉടുമ്പ് മിന്നൽ വേഗത്തിൽ നെക്ക് ലോക്കിട്ടു. ഉടുമ്പിന് പണ്ടത്തെ പോലത്തെ ആങ്കൊന്നും ഇല്ല മച്ചമ്പി. അവന്റെ നെക്കിലൊക്കെ ഒരു മുമ്പേ ഞാൻ സരോദ് പ്രയോഗിച്ചു. അത് കൊള്ളാം. സരോദില് ഉടുമ്പിന് അത്ര മിടുക്ക് പോരാ. പക്ഷേ സരോദ് വരുന്നു എന്നറിഞ്ഞാൽ അവൻ ഗലാൽ ജങ്ക് പുറത്തെടുക്കും. ഗലാൽ ജങ്കിന് മറുമരുന്നുണ്ട്. അന്ന് അബ്ദുള്ള കുട്ടി ഫയൽവാനെ ഞാൻ മലർത്തിയടിച്ചത് അങ്ങനെ. സവാരിക്ക് പൂട്ട്, സവാരിക്ക് പൂട്ട്. വാരിയല്ലേ മച്ചമ്പി? ഓ, അത് ഫയൽവാനല്ലേ? എന്നാ ഉടുമ്പിനെ പിടിക്കുന്നേ? മുക്കില് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ കണ്ണു കണ്ടുകൂടെ? കണ്ടു. പക്ഷേ ഉടുമ്പിനെ മലർത്താൻ സാക്ഷാൽ ദാരാസിംഗ് വന്നാലും പറ്റില്ല. കുട്ടൻപിള്ള ആശാനെ അവിടുന്ന് ഇവിടുന്ന് ഓരോ തടിമാടന്മാരെ കൊണ്ട് തീറ്റ കൊടുത്ത് തറവാട് തുലയ്ക്കാൻ നോക്കണ്ട കേട്ടോ. ഓട്ടാശാനെ, ഉടുമ്പ് മലർന്ന് വീഴുമ്പോ ഇവന്റെയൊക്കെ നാവ് താനെ അടങ്ങൂലേ? കുറച്ചു നാളായി ഞാൻ സഹിക്കും.